പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 6 ചൊവ്വ. പ്രധാന വാർത്തകൾ. വാണിജ്യ സ്ഥാപനങ്ങൾ 1 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെങ്കിലും നിയമിക്കണമെന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാനി പൗരനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാപകമായ ചർച്ചകൾക്ക് മറുപടിയായാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യത്യസ്ത ശേഷികളും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്ത് സാമ്പത്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ഒരു ഉചിതമായ നടപ്പാക്കൽ സംവിധാനം തൊഴിൽ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഒമാനി പൗരനെ നിയമിക്കാതെ 1 വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾ അത് പരിഹരിക്കണം. ഇതിനായി 1 മാസത്തിനുള്ളിൽ ഒരു തൊഴിൽ പദ്ധതി സമർപ്പിക്കേണ്ടതുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 10 അതിലധികമോ വിദേശി തൊഴിലാളികളെ കമ്പനികൾക്ക് നിയമനം നടപ്പിലാക്കാൻ 3 മാസത്തെ സമയവും 10-ൽ താഴെ ജീവനക്കാരുള്ളവർക്ക് 6 മാസത്തെ സമയവും ലഭിക്കും. ബിസിനസ്സുകളുടെ വൈവിധ്യമാർന്ന ശേഷി കണക്കിലെടുത്താണ് മന്ത്രാലയം ഒരു ഒമാനി ജീവനക്കാരനെ നിയമിക്കുകയെന്ന ഉചിതമായ നിലപാടെടുത്തത്. പുതിയ നിയന്ത്രണങ്ങൾ ബാധിച്ചേക്കാവുന്ന പരാതികൾ അവലോകനം ചെയ്യുന്നതിനും അസാധാരണമായ കേസുകൾ പഠിക്കുന്നതിനുമായി മന്ത്രാലയം ഒരു കമ്മിറ്റി രൂപവത്കരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി ഈ തീരുമാനം നടപ്പിലാക്കലിന്റെ ആഘാതം നിരീക്ഷിക്കുകയും പ്രായോഗിക അനുഭവത്തെ അടിസ്ഥാനമാക്കി ശുപാർശകൾ നൽകുകയും ചെയ്യും. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെയുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ വിശദീകരണവുമായി റോയൽ ഒമാൻ പോലീസ്. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കേസുകളിൽ മാത്രമാണ് ഇളവുകൾ നൽകുന്നതെന്ന് പോലീസ് അറിയിച്ചു. റെസിഡൻസ് കാർഡ് കാലാവധി കഴിഞ്ഞും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് ഈ നിലവിൽ പിഴകളില്ലാതെ കരാർ പുതുക്കാൻ സാധിക്കും. വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്ന മുറയ്ക്ക് റെസിഡൻസ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും. എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും സാധിക്കും. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും സൗകര്യമുണ്ട്. നോൺ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട പിഴയും ഒഴിവാക്കി നൽകുമെന്ന് ROP അറിയിച്ചു. വിസിറ്റ് വിസ അടക്കം തൊഴിൽ വിസയില്ലാതെ രാജ്യത്തെത്തി അനധികൃതമായി തുടങ്ങുന്നവരാണ് ഈ വിഭാഗത്തിൽ ഉള്ളത്. 7 വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും. എന്നാൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനും പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്കും അവസരം തുറക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത്. ജൂലൈ 31 വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധികളിൽ പിഴ ഇളവുകളുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ടാർഗറ്റഡ് ഗ്രൂപ്പുകളോട് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരായ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വ്യാജ കറൻസി സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ പൗരനെയാണ് തെക്കൻ ഷർക്കിയയിൽ പോലീസ് പിടികൂടിയത്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടുകയും തട്ടിപ്പിന് ഉപയോഗിച്ച വ്യാജ നോട്ടുകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ നടന്നുവരികയാണ്. ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ പ്രീമിയം സംരംഭമായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റലിൽ പുതിയ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ശസ്ത്രക്രിയയിൽ നിന്ന് വിമുക്തി നേടിയവർ, സ്ഥിരമായ വേദനയുള്ളവർ, സ്പോർട്സ് സംബന്ധമായ പരിക്കുകളിൽ നിന്ന് മോചനം നേടുന്നവർ തുടങ്ങി രോഗികൾക്ക് സമഗ്ര പരിചരണം ലക്ഷ്യമിട്ടിട്ടുള്ള ആധുനിക കേന്ദ്രമാണിത്. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബദർ അൽ സമ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ PA മുഹമ്മദ് അബ്ദുൽ ലത്തീഫ്,
ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊയ്തീൻ ബിലാൽ, ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ മുതിർന്ന മാനേജ്മെന്റ്, പൊതുസ്വകാര്യ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഒമാനിൽ ചൂട് കനത്തതോടെ തണലും തണുപ്പും തേടി കൂട്ടായ്മകളും ചെറിയ അസോസിയേഷനുകളും തങ്ങളുടെ ഒത്തുചേരലുകൾ ഫാം ഹൗസുകളിലേക്ക് മാറ്റിത്തുടങ്ങി. ചെറിയ ചെറിയ കൂടിച്ചേരലുകൾ പാർക്കിലോ ബീച്ചിലോ നടത്തിയിരുന്നവർ ചൂടുകൂടിയതോടെ ഫാം ഹൗസുകൾ തേടി നടക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ബാത്തിന മേഖലയിൽ പ്രത്യേകിച്ചും സുഹാറിൽ ആണ് താപനില ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത്. ഇവിടങ്ങളിൽ നിരവധി ഫാം ഹൗസുകൾ ഉണ്ട്. സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസുകൾ ആണ് കൂടുതലും. തലസ്ഥാന നഗരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വീണ്ടും പുതിയ വഴികൾ തേടി മസ്കത്ത് നഗരസഭ. ഗതാഗതക്കുരുക്ക് പഠിച്ച് സമഗ്രമായ പരിഹാര റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട കൺസൾട്ടിയായ ദാറുൽ ഹന്തസ വഴിയാണ് പൊതുജനങ്ങളിൽ നിന്ന് കൂടി ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിരിക്കുന്നത്. മസ്കത്ത് നഗരത്തിലെ വാഹന സഞ്ചാരം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് പഠനവും തുടർ പ്രവർത്തനങ്ങളും. തലസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ നവീകരണം കൊണ്ടുവരുമെന്ന് നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു. പാലങ്ങളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം, മസ്കത്ത് എക്സ്പ്രസ് വേ 5 വരിയായി വികസിപ്പിക്കൽ എന്നിവയും ഇതിൽപ്പെടുന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും അൾജീരിയയും സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചു. അൽജിയേഴ്സിലെ പ്രസിഡൻസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രാഥമിക കരാർ, 4 ധാരണാപത്രങ്ങൾ, 2 സഹകരണ സമ്മതപത്രങ്ങൾ, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള എക്സിക്യൂട്ടീവ് പരിപാടികൾ എന്നിവയിലാണ് ഒപ്പിട്ടത്. 115.4 ദശലക്ഷം റിയാലിന്റെ നിർദ്ദിഷ്ട മൂലധനത്തോടെ ഒമാനി അൾജീരിയൻ സംയുക്ത നിക്ഷേപ നിധിയുടെ പ്രഖ്യാപനമായിരുന്നു കരാറുകളുടെ ഒരു പ്രധാന ആകർഷണം. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ, കാർഷിക നിക്ഷേപം, ഔഷധ വ്യവസായങ്ങൾ, ജുഡീഷ്യൽ സഹകരണം, നീതി, സസ്യ സംരക്ഷണം, മൃഗാരോഗ്യം എന്നിവയ്ക്ക് പുറമെ ഭക്ഷ്യസുരക്ഷ, ഔഷധ വ്യവസായങ്ങൾ, ധാതുക്കൾ ഖനനം എന്നിവയിലും നിക്ഷേപങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്നു മുതൽ വടക്കുപടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും അടുത്ത ദിവസങ്ങളിലും കാറ്റ് തുടരുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മിക്ക ഗവർണറേറ്റുകളെയും വടക്കുപടിഞ്ഞാറൻ കാറ്റ് ബാധിക്കും. ശക്തമായ കാറ്റ് പൊടി ഉയരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലുമാണ് കാറ്റ് വീശുക. പൊടി ഉയരുന്നത് ദൂരക്കാഴ്ച കുറയാൻ ഇടയാക്കും, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ. കൂടാതെ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും സുൽത്താനേറ്റിന്റെ എല്ലാ തീരപ്രദേശങ്ങളിലും 3 മീറ്റർ വരെ തിരമാല ഉയരുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.